എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ തട്ടാർ കടവ് പാലത്തിൻ്റെ മുകളിലാണുള്ളത്. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ് എന്നത് ഇതിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാം. കാരണം പുഴകളും തോടുകളും കായലുകളും പുൽമേടുകളും അതുപോലെ തന്നെ കുന്നുകളും സമതല പ്രദേശങ്ങളും ഒക്കെ അടങ്ങിയ അതിമനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചു കേരളം. അതുകൊണ്ട് തന്നെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മുടെ കേരളത്തെ പറയുന്നത്. നിങ്ങൾ കാണുക, എന്തൊരു മനോഹരമാണ് ഈ കാഴ്ച. ഇതാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. എന്നാൽ അത്തരം പ്രകൃതി ഭംഗികൾ, അത്തരം സംവിധാനങ്ങൾ ആ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിനും ഇവിടെ സാധിച്ചിട്ടില്ല എന്ന കാര്യവും നാം കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇത്രയും പ്രകൃതി രമണീയമായ സംവിധാനങ്ങളുണ്ടായിട്ട്, അതുപോലെ തന്നെ പ്രകൃതിയുണ്ട്, അതുപോലെ തന്നെ കലകളുണ്ട്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റാതെ പോയത് നമ്മുടെ ഭരണാധികാരികളുടെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന കാര്യം സാന്ദർഭികമായിട്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളം. നമ്മുടെ ഒന്നിനും കൊള്ളാത്ത ഭരണ സംവിധാനങ്ങൾ ഭരിച്ചിട്ട് നമ്മുടെ നാട് എവിടെ എത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ അപ്പുറം തൃക്കരിപ്പൂർ പഞ്ചായത്താണ്, ഇപ്പുറം പയ്യന്നൂർ നഗരസഭയാണ്. നഗരസഭയുടെ അധീനതയിലുള്ള പ്രദേശത്തിലേക്കാണ് കടക്കുന്നത്. ഇവിടെ ബോധവൽക്കരണ ബോർഡ് കാഴ്ചകളൊക്കെ കാണണം നിങ്ങൾ. ഇതാ ബോധവൽക്കരണ ബോർഡുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, അവ രോഗങ്ങളായി തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡ് ഇവിടെയുണ്ട്. എന്നാൽ ഈ റോഡിന്റെ ഇരുഭാഗത്തും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു കാഴ്ച ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട് കൊല്ലുന്ന രാജാവിന് തിന്നുന്ന പ്രജ എന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഈ വിഷയം നമ്മുടെ പയ്യന്നൂര് ക്ലീൻ സിറ്റിയാണ്. ഉറവിടങ്ങളിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു ഉറവിട മാലിന്യ സംസ്കരണ നഗരസഭയാണ് നമ്മുടെ പയ്യന്നൂർ നഗരസഭ. നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫുള്ളാണ്. ഇത് എത്രത്തോളം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെളിച്ചത്തിന് സാധിക്കുന്നുണ്ട് എന്നറിയില്ല. നിങ്ങൾ ഈ കാഴ്ച കാണും. റോഡിന്റെ ഇരുഭാഗത്തും മദ്യപ സംഘങ്ങൾ എല്ലാ വേസ്റ്റ് കണ്ടു നിങ്ങൾ. ഇതാ ഇവിടെ ഫുള്ള് വേസ്റ്റാണ്. എല്ലാ വേസ്റ്റുകളും തള്ളുന്ന ഇടമായിട്ടാണ് ഇതൊക്കെ മാറിയിട്ടുള്ളത്. ഈ കാഴ്ചയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പയ്യന്നൂര് മാലിന്യ സംസ്കരണം താളം തെറ്റി. ഒരു ഘട്ടത്തിൽ നമ്മൾ നിരന്തരമായിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് പയ്യന്നൂർ നഗരസഭ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ നിരന്തരമായി നമ്മൾ പറഞ്ഞിട്ടും അതുപോലെ തന്നെ അവർക്ക് സ്വയം തോന്നിയിട്ടും എന്തോ എന്നറിയില്ല, അവര് കുറേയൊക്കെ ഈ മേഖലയിൽ ശ്രദ്ധിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. നിങ്ങൾ കാണുക, എല്ലാ പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിയുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. കണ്ടോ നിങ്ങള്? റോഡിന്റെ അപ്പുറത്തല്ല മദ്യക്കുപ്പികളൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വെയിലായതുകൊണ്ട് എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഫുള്ള് മാലിന്യമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഇതാ ഫുള്ള് മാലിന്യമാണേ. നിങ്ങൾ ഇങ്ങനെ ധരിക്കണ്ട, ഇതാ ഫുള്ള് മാലിന്യമാണ്. ഇതാണ് പയ്യന്നൂർ നഗരസഭയുടെ തട്ടാർ കടവ് പരിസരം. ഫുള്ള് മാലിന്യം. ഒന്നും ഇതിനെ കുറിച്ച് പറയാനൊന്നുമില്ല. പ്ലാസ്റ്റിക് ബാഗിലൊക്കെ ആക്കിയിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. അങ്ങനെ വലിച്ചെറിയുന്ന ഒരു കേന്ദ്രമായിട്ട് എല്ലാം ചെരുപ്പ്. നമ്മൾ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് എല്ലാ മാസവും പ്ലാസ്റ്റിക് എടുക്കുന്നു. പ്ലാസ്റ്റിക് രഹിത നഗരസഭയാണ് പയ്യന്നൂർ നഗരസഭ. പ്ലാസ്റ്റിക് രഹിത കണ്ണൂരാണ് നമ്മുടെ കണ്ണൂർ ജില്ല. അവിടെ നിന്നാണ് മാസാമാസം 50 രൂപയും വേറെ ഒന്നിക്കൽ ചെരുപ്പെടുക്കും, അല്ലെങ്കിൽ തുണിയെടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കും എന്ന് പറഞ്ഞിട്ട് അവരെടുക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്മളെ പുറത്തിൽ നിന്ന് നമ്മളെ വീടുകളിൽ എന്തായാലും പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ, ഉണ്ടോ?
പയ്യന്നൂരിലെ വീടുകളിൽ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ പ്ലാസ്റ്റിക് ഒക്കെ എവിടുന്നാണ് കിട്ടുന്നത്? പ്ലാസ്റ്റിക് രഹിത നഗരസഭയിലെ കടകളിൽ നിന്ന് വിൽക്കുന്ന പ്ലാസ്റ്റിക്കുകൾ വാങ്ങിക്കേണ്ടി വന്ന ഗതികേടുള്ള ജനങ്ങള് അത് വീട്ടിൽ അതൊക്കെ വളരെ നല്ല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുത്താല് ഹരിതകർമ്മസേന എത്തും. ഹരിതകർമ്മസേന എത്തിയിട്ട് എന്ത് ചെയ്യും? അതൊക്കെ വാങ്ങിക്കും. അതിന് 50 രൂപ മേടിക്കും. പിന്നെ എപ്പോഴെങ്കിലും എന്ത് ചെയ്യും? ചില ഇങ്ങനെയുള്ള ചെരുപ്പുകൾ, തുണിത്തരങ്ങള്, അങ്ങനെയുള്ള ചില മദ്യക്കുപ്പികള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കും. നിങ്ങളിത് കാണുക, ഇത് അങ്ങത്തോളം ഉണ്ട്. ഇത് അങ്ങത്തോളം ഉണ്ട്. കണ്ടോ നിങ്ങൾ? ഇത് കാണാം. നമ്മള് ഇത് കാണാതെ പോയിക്കൂടാ. നമ്മളെന്തിനാണ് ഇവർക്ക് ഈ നഗരസഭയ്ക്ക് ഈ 50 രൂപ കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു മാസം ഇവർക്ക് മെസ്സേജ് വരും, ഇവർക്ക് ആപ്പുണ്ട്, കോപ്പെല്ലാം ഉണ്ട് ഇവർക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വീട്ടുകാരില്ലെങ്കിലോ? വീട്ടുകാരില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ സമയത്ത് കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും പൈസ കൊടുക്കണം. പറയുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അത് സോഫ്റ്റ്വെയർ അങ്ങനെയാണെന്നല്ലോ, ഇവരെ ഒലക്കര സോഫ്റ്റ്വെയർ ആണ്. ജനങ്ങളെ പിടുങ്ങിയിട്ട് കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ പറ്റും. എന്നാലോ ഈ നാടും പ്രദേശങ്ങളും വൃത്തിയാക്കാൻ അതിനോട് സഹകരിക്കുന്നില്ല ജനങ്ങള്. ഇവിടെ ഫുള്ള് കുപ്പിയാണ്, കണ്ടില്ല നിങ്ങൾ? ഇത് കംപ്ലീറ്റ് വേസ്റ്റ് ആണ്. മദ്യപന്മാര് അഴിഞ്ഞാടുന്ന കേന്ദ്രമാണ് ഇതെന്ന് നിസ്സംശയം പറയാം. ഇവിടെയൊക്കെ ഇരുന്ന് വെള്ളടിക്കുന്നുണ്ടാവും. പിന്നെ അത് പറഞ്ഞാൽ പറയും എന്തുകൊണ്ട് പിന്നെ ഇവർക്കൊക്കെ ഇരുന്നിട്ട് എഴുന്നാ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീവറേജിൽ നിന്നൊക്കെ കൊടുക്കുന്ന സാധനങ്ങൾ ഇഷ്ടംപോലെ കൊടുക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന്. അവിടെ വരുന്ന സമയത്ത് അതൊക്കെ പിന്നെ കഴിക്കാൻ സ്ഥലമില്ല. അന്നേരം അവരെടുന്ന് ഇത് മേടിച്ചു പോയിട്ട് കഴിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അത്തരം ചോദ്യങ്ങളൊക്കെ വരാം. നമ്മുടെ കണ്ടില്ലേ, ഇതൊക്കെ ഭക്ഷണം കഴിച്ച കണ്ടില്ലേ? മദ്യക്കുപ്പികൾ ഭക്ഷണം കഴിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം എന്നത് പറയാം. നമ്മുടെ യുവജന സംഘടന ഒക്കെ ഷെഡിലായതുകൊണ്ട് പിന്നെ അതിനൊന്നും വലിയ കാര്യമില്ല. എന്ന് പറഞ്ഞാൽ പോലീസ് ഇനി ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. ആരെങ്കിലും പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം വിളി വരും, നേതാക്കന്മാരുടെ വിളി വരും, നമ്മളെ കുഞ്ഞാന്ന്, അതുകൊണ്ട് അത് കേസെടുക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള വിളിയൊക്കെ വരും. അതുകൊണ്ട് ഇത് കാണണം. ഇത്രയേ പറയുന്നുള്ളൂ. ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തി, അതുപോലെ തന്നെ അവരെ എന്ന് പറഞ്ഞാല് പിന്നെ പിടിച്ചുപറി. ഒരു മാസം ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത മാസം പിന്നെ അവർ വരുന്ന സമയത്ത് ചില വീടുകളിലൊക്കെ വളരെ കുറച്ച് പ്ലാസ്റ്റിക് മാത്രമേ ഉണ്ടാവൂ. ആ പ്ലാസ്റ്റിക് പിന്നെ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് 50 രൂപ കൊടുത്താൽ പോരാ, 100 രൂപ തന്നെ കൊടുക്കണം. ഇവരെ സോഫ്റ്റ്വെയർ അങ്ങനെയാണോലും. അതുകൊണ്ട് ഇത്തിരി ഉളുപ്പൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് പച്ചവെളിച്ചത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ വിഷയം വളരെ ഗൗരവത്തോടെ എടുത്തിട്ട് വേണം നിങ്ങൾ വീടുകളിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇത് ഒരു സാമ്പിളാണ്. നിങ്ങൾ പറയും ഇത് ഇവിടുന്ന് നിരന്തരമായിട്ട് ആളുകൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പച്ചവെളിച്ചം ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കാഴ്ച കാണാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ മദ്യപ സംഘം നമ്മുടെ പ്രദേശങ്ങളിൽ എത്രത്തോളം അഴിഞ്ഞാടുന്നു എന്നതിന്റെ തെളിവ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ പൊതുവിടങ്ങളിൽ വലിച്ചെറിയുന്ന പ്രവണത, ഇതിനെതിരെ ആയിട്ടുള്ളൊരു വാർത്ത എന്നുള്ള രീതിയിൽ ഒരു സാമ്പിളായിട്ടാണ് തട്ടാർക്കടവും പരിസരവും കാണുന്നത്. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. നമ്മുടെ പ്രകൃതി ഈ ഭംഗിയുള്ള ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തിന്റെ അടുത്താണ്. ഇനി അങ്ങോട്ടേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അതുകൊണ്ട് ഈ വിഷയം ഗൗരവത്തിൽ കാണാൻ നഗരസഭ തയ്യാറാവണം. എന്നിട്ട് വരണം വീടുകളിൽ നിങ്ങളുടെ കടകളിൽ, നിങ്ങളുടെ അധീനതയിലുള്ള കടകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക്കിന് പൈസ മേടിക്കാൻ ഹരിതകർമ്മസേനയെ വീടുകളിലേക്ക് വിടുന്നവര് അവര് കാണിക്കേണ്ട, അവരും അവരുടെ പരിസരം, നമ്മളെ വീടുകൾ നമ്മൾ വൃത്തിയായിട്ട് പരിപാലിക്കുന്നുണ്ട്. അത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയും ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഒരു കാര്യം പറയാം, ഇവിടെ ഇങ്ങനെയൊക്കെ നമ്മളൊന്നും ഇതുവരെ ഒരു സാധനം വലിച്ചെറിയില്ല. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വലിച്ചെറിയുന്ന ഈ വൃത്തികെട്ടവന്മാരെ കൈ കിട്ടിയാല് അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണം. പല സ്ഥലത്തും പിന്നെ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ പൈസ അടിച്ചു മാറ്റി ഒരു ഗുണനിലവാരമില്ലാത്ത സാധനമാണ്, പലതും വർക്ക് ചെയ്യുന്നില്ല എന്നാ കിട്ടിയ വിവരം. അതൊക്കെ സ്ഥാപിച്ചിട്ട് അതിന്റെ മുന്നില്, ആ CCTVയുടെ മുന്നില് ഇതൊക്കെ കൊണ്ട് നിക്ഷേപിക്കുന്ന കാഴ്ചയും പച്ചവെളിച്ചത്ത് പിന്നെ പ്രേക്ഷകരുടെ മുമ്പാകെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്.
ഇതാണ് നമ്മുടെ പയ്യന്നൂർ ഉറവിട മാലിന്യ സംസ്കരണം നടത്തുന്ന ക്ലീൻ പയ്യന്നൂരിന്റെ കാഴ്ച. അതിന്റെ ഒരു സാമ്പിൾ എന്ന് പറയാനാണ് പച്ചവെളിച്ചം തയ്യാറാവുന്നത്. തട്ടാർക്കടവിൽ നിന്ന് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.